ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മിക്കി മാക്. വെൽക്കം ടു SSC കേരള ഹെൽപ്പേഴ്സ്. ഇന്നലെ രാത്രി 8 മണിക്ക് നമ്മുടെ CGL 2025 ടയർ 2ൻ്റെ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് നോക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പേര് എക്സാം കഴിഞ്ഞ് ആൻസർ കീ കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് നല്ല സ്കോർ 300+ ഉള്ള ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുണ്ട്. നമ്മൾ ടയർ 2ന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഒക്കെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിലും ഒരുപാട് പേർക്ക് നമുക്ക് നല്ല സ്കോറൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ടയർ 2ൻ്റെ ആൻസർ കീ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റീസണിങ്ങിൻ്റെ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ റീസണിങ് കമ്പാരിറ്റീവ്ലി ഈ പ്രാവശ്യം ഈസി ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. റീസണിങ് എളുപ്പമുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും PYQs ഉണ്ടായിരുന്നു. ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ റീസണിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ദെൻ ഇംഗ്ലീഷിലേക്ക് കടക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും PYQ ആയിരുന്നു. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും PYQ ആയിരുന്നു. ഇത് എടുത്ത് പറയാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ വന്നിട്ടുള്ള Tier 1 വന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചറിയാം. ഒരുപാട് പുതിയ പാറ്റേൺ, പുതിയ ടോപ്പിക്കൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് വളരെ ചാലഞ്ചിങ് ആയിരുന്നു Tier 1 സമയത്ത്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് Tier 2 പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് PYQs തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റീഡിംഗ് കോമ്പിനേഷൻ മാത്രമാണ് ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യുമ്പോൾ PYQs തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം, പഠിക്കണം, പ്രത്യേകിച്ച് വൊക്കാബ്സ്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടു, ബ്ലാക്ക് ബുക്ക് ഇനി പഠിച്ചിട്ട് കാര്യമില്ല, ബ്ലാക്ക് ബുക്കിൽ നല്ല ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ റീഡിംഗ് കോമ്പിനേഷൻ ചാലഞ്ചിങ് ആയാൽ എന്ത് ചെയ്യും? റീഡിംഗ് കോമ്പിനേഷൻ ചാലഞ്ചിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റീഡിംഗ് സ്കിൽ ഇൻക്രീസ് ചെയ്യണം, അല്ലേ? പരമാവധി റീഡിംഗ് കൂട്ടുക, വായിക്കുക, എഡിറ്റോറിയൽസ് വായിക്കുക, ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക. അങ്ങനെ തന്നെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് QAയിലേക്ക് വരുന്ന സമയത്ത് QA കുറച്ച് കാൽക്കുലേറ്റീവ് ആയിരുന്നു. ഓക്കെ, കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ കാൽക്കുലേറ്റീവ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. 2-3 ക്വസ്റ്റ്യൻസൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 75+ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു QA എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് അതിലും നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. GK കഴിഞ്ഞ ഒരു 3-4 വർഷം നമ്മൾ നോക്കുമ്പോൾ ആ പേപ്പേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്രയും ടഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും എന്താണ്, ഈ മോഡറേറ്റ് ടു ഈസി ടു മോഡറേറ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു പേപ്പർ ആയിരുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ എടുത്ത് പറയാത്ത ഒരാളുണ്ട്, നമ്മുടെ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരാണ്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇവനാണ് ശരിക്കും റിയൽ ഗെയിം ചേഞ്ചർ ആവാനായിട്ട് പോകുന്ന ഒരാളെന്ന് പറഞ്ഞത്. ഈ പ്രാവശ്യത്തെ CGL കമ്പ്യൂട്ടറാണ് റിയൽ ഗെയിം ചേഞ്ചറായിട്ട് വരാൻ പോകുന്ന ഒരാളെന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു 300+ ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്, 350 സ്കോറുള്ള ആൾക്കാരുണ്ട്, 360 സ്കോറുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ഇത്രയും സ്കോറുള്ള ആൾക്കാർക്കും മിനിമം കട്ട് ഓഫിനേക്കാളും കമ്പ്യൂട്ടറിൽ സ്കോർ കുറവാണ്. കമ്പ്യൂട്ടറിൽ മിനിമം ക്വാളിഫയിങ് കട്ട് ഓഫിനേക്കാളും സ്കോർ കുറഞ്ഞാൽ എന്തുണ്ടാവും? അവർ ക്വാളിഫൈ ചെയ്യില്ല. കാരണം കമ്പ്യൂട്ടർ ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്, അല്ലേ? നമുക്കറിയാം URന് വരുന്നത് 18ആണ്. അതായത് നോൺ CPT പോസ്റ്റുകളാണെങ്കിൽ വരുന്ന കട്ട് ഓഫാണ് 18 മാർക്കെങ്കിലും വേണം. മിനിമം 18 മാർക്ക് വേണം. OBC EWS ആണെങ്കിൽ 15 മാർക്ക് വേണം. SC ST ആണെങ്കിൽ 12 മാർക്കാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ CPT പോസ്റ്റുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 2024 CGL നടന്നപ്പോൾ 27 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം 27 ഒന്നും ആരും, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ 27 എന്ന് പറയുന്ന ആ ഒരു സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കുള്ളൂ. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയപ്പോഴും അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 27 എന്ന് പറയുന്ന സ്കോർ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ 27 എന്നുള്ളത് കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, CPT പോസ്റ്റുകൾ എന്ന് പറയുന്നത്, അതായത് ASON CSS, ASON MEA, അതുപോലെ GST ഇൻസ്പെക്ടർ, പ്രിവെൻറ്റീവ് ഓഫീസറൊക്കെ CPT പോസ്റ്റുകൾ വരുന്നതാണ്. അപ്പോൾ ആ പോസ്റ്റുകൾക്കൊക്കെ 27 എന്നുള്ളത് ചിലപ്പോൾ താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ നോൺ CPT പോസ്റ്റുകളെ കുറിച്ചിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കട്ട് ഓഫ് 18 താഴാനായിട്ടുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ മാർക്ക് കുറവുള്ള ആൾക്കാർ, 18 കുറവുള്ള ആൾക്കാർക്ക് പ്രതീക്ഷ വയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണസ് കിട്ടുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ ചാലഞ്ച് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, 2 ആൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് ചാലഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക്
ഭാഗ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ബോണസ് കിട്ടാം. ബോണസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ സ്കോർ കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതും ഓപ്ഷൻ ചേഞ്ച് ഒക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡാറ്റ അനാലിസിസ് നമ്മൾ റാങ്ക് മിത്രയുടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 72,000-ഓളം ആളുകളാണ് അതിൽ ഡാറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 72K എന്ന് പറയുമ്പോൾ ഏകദേശം 1,00,000 സംതിങ് ആൾക്കാർ എഴുതിയതിൽ ഒരു 72%, ഓക്കെ, 72%-ഓളം ആൾക്കാർ കൊടുത്തിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ ഏകദേശം സെയിം ആയിരിക്കും. ഈ ഡാറ്റ വെച്ചിട്ട് തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ സ്കോർ, റാങ്ക്, അതുപോലെ തന്നെ കട്ട് ഓഫ് ഒക്കെ ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 300 എബോ ഏകദേശം 23,188 ആൾക്കാരുണ്ട്. ഓക്കെ, അതായത് OBCയും URഉം EWS SC ST ഒക്കെ കൂട്ടിയിട്ട് ഏകദേശം 23,188 ആൾക്കാർ 300 മാർക്കിനും മുകളിലുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടറാണ് റിയൽ ഗെയിം ചേഞ്ചർ ആവാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതിന് കാരണമാണ് ഇതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ക്വാളിഫൈ ചെയ്ത ആൾക്കാർ, ഈ പറഞ്ഞിട്ടുള്ള 23,188 ആളുകളിൽ കമ്പ്യൂട്ടർ ക്വാളിഫൈ ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് വെറും 14,114 പേരാണ് ആകെ. ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഏകദേശം ഒരു 8,000-9,000 അല്ലേ, അത്രത്തോളം ആൾക്കാർ കമ്പ്യൂട്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ നേടാത്ത ആൾക്കാരാണ്. അപ്പോൾ ടോട്ടൽ കണക്കെടുക്കുമ്പോൾ തന്നെ ഏകദേശം 35-40% ആൾക്കാർ കമ്പ്യൂട്ടറിൽ ക്വാളിഫൈ ചെയ്തിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കി, ഇത്രയധികം സ്കോർ ചെയ്തിട്ട് 360, 350 മുകളിലൊക്കെ സ്കോർ ചെയ്തിട്ട് കമ്പ്യൂട്ടർ ക്വാളിഫയിങ് ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്യാതെ പുറത്താകുക എന്ന് പറയുന്നത് ഏകദേശം ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഏകദേശം ഇതാണ്. ഏകദേശം നമ്മൾ പറയുകയാണ് അവർക്ക് ബോണസ് മാർക്കൊന്നും കിട്ടുന്നില്ല, റോ ആയിട്ടുള്ള സ്കോർ ഇത് തന്നെ എടുത്തിട്ട് പറയുകയാണെങ്കിൽ കട്ട് ഓഫ് കുറയാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. അല്ലാത്ത പക്ഷം എന്താണ്, നമുക്കൊരു 310 മുകളിലുള്ള ആൾക്കാരൊക്കെ സേഫ് ആണെന്ന് തന്നെ പറയാം. 310 മുകളിലുള്ള ആൾക്കാർക്കൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മുടെ പോസ്റ്റൽ അസിസ്റ്റൻ്റൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അതേ സെയിം കാറ്റഗറി ആണെങ്കിൽ അതിന് താഴെയും, അതായത് ഇതിലും മാറ്റമൊന്നുമില്ല, ഈ റോ സ്കോർ വെച്ചിട്ട് തന്നെയാണ് പോണതെങ്കിൽ ഒരുപാട് പേര് പുറത്താവുകയും 310 താഴേക്കും നമുക്ക് കട്ട് ഓഫ് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്കോർ കുറവുള്ള ആൾക്കാരും കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ടെൻഷനൊന്നും വിചാരിച്ചിരിക്കേണ്ട. നമുക്കറിയാം 2026 CGL 6 മാസത്തിനുള്ളിൽ നടക്കും, Tier 1 എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കാരണം നല്ല സ്കോറുള്ള ആൾക്കാരാണെങ്കിൽ 330 മാർക്കുള്ള ആളാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് നിങ്ങൾ വീണ്ടും അടുത്ത CGLന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏത് പോസ്റ്റ് കിട്ടും എന്നറിയില്ല അല്ലേ, ഏത് പോസ്റ്റ് കിട്ടും, നിങ്ങൾക്ക് നമ്മുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി ജോയിൻ ചെയ്താലേ ജോലി കിട്ടി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കാരണം ചെയ്യേണ്ട കാര്യം, ഈവൻ യു ആർ ഗെറ്റിംഗ് നല്ലൊരു സ്കോർ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അടുത്ത CGLന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. ഇപ്പോൾ ഇന്നും ഓക്കെ ഫൈൻ, നാളെ മുതൽ അടുത്ത CGL Tier 1 വേണ്ടി പ്രിപ്പയർ ചെയ്യൂ. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു അൺസർട്ടനിറ്റിയിൽ പോകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു അശ്രദ്ധ കാരണം നമുക്ക് നല്ലൊരു പോസ്റ്റ് കിട്ടാണ്ട് പോകണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രാവശ്യം 330 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത CGL നിങ്ങൾക്ക് അതിനും കൂടുതൽ മാർക്ക് കിട്ടാം. നിങ്ങൾക്ക് ഈ പ്രാവശ്യം 300 മാർക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ വീണ്ടും നാളെ തൊട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനും കൂടുതൽ ഏറ്റവും നല്ല പോസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഏകദേശം ഒരു 300 മാർക്കിന് മുകളിലുള്ള ആൾക്കാർക്കും ഒക്കെ അതിൽ ചാൻസസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിലൊരു അൺസർട്ടനിറ്റി ആയ കാരണം കറക്റ്റ് ഒരു സ്കോർ നമുക്ക് ഇതാണ് സ്കോർ വരാമെന്നോ അല്ലെങ്കിൽ ഏകദേശം ഈ റേഞ്ചിലാണോ സ്കോർ വരാമെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മുടെ ഈ പോസ്റ്റ് പ്രിഫറൻസും അതുപോലെ തന്നെ ഓപ്ഷൻ ചേഞ്ചൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഫൈനൽ കട്ട് ഓഫ് വരെ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്കറിയാം കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യമാണെങ്കിലും ചാലഞ്ച് ചെയ്യാനായിട്ടാണെങ്കിൽ മാത്സിൽ അവിടെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചാലഞ്ച് ചെയ്യാം. അതുപോലെ GKയിൽ 1-2 ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ വായിച്ച് നോക്കുക, നിങ്ങളുടെ ആൻസർ കീ എടുത്തിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളായിട്ട് തന്നെ വായിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ ചാലഞ്ച് ചെയ്യാൻ ചെറിയൊരു പഴുതുണ്ടെങ്കിലും ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് വിടരുത്, ചാലഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ചാലഞ്ച് ചെയ്യാനായിട്ടുള്ള സമയം പറഞ്ഞിട്ടുണ്ടല്ലേ, അതായത് 30/1/2026, അതായത് ഇന്നലെ മുതൽ 3/2/2026 വരെയാണ്, വൈകുന്നേരം 8 PM വരെയാണ് ചാലഞ്ച് ചെയ്യാനായിട്ടുള്ള
സമയം എന്ന് പറയുന്നത് 50 രൂപയുള്ളൂ. ഈ 50 രൂപയ്ക്ക് പിശക്കേണ്ട കാര്യമില്ല. വേറെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ചാലഞ്ച് ചെയ്തോളും എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരെണ്ണം സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചാലഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത് എന്തായിരിക്കും? 50,000 ആയിരിക്കാം, അതിനും കൂടുതലായിരിക്കും. അപ്പോൾ ഈ 50 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പിശക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്യുക. ഇനി അടുത്ത CGL-നാണെങ്കിൽ, അടുത്ത CGL ടയർ 1-ന് വേണ്ടിയിട്ടാണെങ്കിലും കറക്റ്റായിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് വിടുക. ഈ ടയർ 2 നമ്മുടെ കയ്യിലില്ല. ഇനി അവർ പ്രിഫറൻസ് വിളിക്കും, അത് കഴിഞ്ഞിട്ട് ഫൈനൽ ആൻസർ കീ വരും, കട്ട് ഓഫ് വരും. ഇതൊക്കെ എന്താണ്? ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്തായിരുന്നു? ടയർ 2 എക്സാം എഴുതുക എന്നുള്ളതായിരുന്നു. അത് നമ്മുടെ പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, അതനുസരിച്ചിട്ടാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ ടയർ 2 ക്വാളിഫൈ ചെയ്യാത്ത ആൾക്കാരുടെ ലിസ്റ്റാണ്. റാങ്ക് മിത്രയിൽ തന്നെ വന്നിട്ടുള്ളതാണ്. നമ്മൾ അതായത് 9,074 ആളുകളാണ് ക്വാളിഫൈ ചെയ്യാത്തത് കമ്പ്യൂട്ടറിൽ. അപ്പോൾ അത്രയും അധികം ആളുകൾ ക്വാളിഫൈ ചെയ്യാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ SSC ഇടപെട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമെന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഈവൻ 300 ബിലോ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇതുപോലെയുള്ള അൺസർട്ടനിറ്റീസ് ആണല്ലോ മൊത്തമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരികയാണെങ്കിൽ അപ്പോഴും നമുക്കും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടുത്ത CGL 2026-ന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പറേഷൻ ഇപ്പോൾ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.